السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരി സഹോദരന്മാരെ, ലോകത്തുടനീളമുള്ള മുഴുവൻ മനുഷ്യർക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുക എന്ന ദൗത്യമേറ്റെടുത്തുകൊണ്ട് വിസ്ഡം എന്ന ഈ മഹത്തായ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ തനതായ ആദർശ മുഖം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അടിസ്ഥാനമാക്കി സച്ചരിതരായ മുൻഗാമികളുടെ സലഫ് സ്വാലിഹീകളുടെ മൻഹജിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തുടനീളമുള്ള മുഴുവൻ മനുഷ്യർക്കും രാജ്യാതിർത്തികൾക്കപ്പുറം, ഭാഷയുടെ അതിർവരമ്പുകൾക്കപ്പുറം ലോകത്തെമ്പാടുമുള്ള മുഴുവൻ മനുഷ്യരിലേക്കും പരിശുദ്ധമായ ഇസ്ലാമിനെ കൈമാറുക എന്ന മഹാദൗത്യമാണ് ദുർബലന്മാരായ സാധുക്കളായ നമ്മൾ ഇതിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. റഹ്മാനായ റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിനെ അതിൻ്റെതായ രൂപത്തിൽ ഈ സമുദായത്തിലേക്ക് പ്രബോധനം ചെയ്യാൻ മുജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തിനും സാധ്യമല്ല എന്നുള്ളത് കേവലം അവകാശവാദം മാത്രമല്ല, അതിനപ്പുറത്ത് അനുഭവ സാക്ഷ്യങ്ങൾ കൂടിയാണ്. പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ശിർക്കിനും ഖുറാഫാത്തിനും അതുപോലെ ബിദ്അത്തുകൾക്കുമെല്ലാം തെളിവായി ഉപയോഗിക്കുമ്പോൾ, അതുപോലെ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും പ്രവാചകാധ്യാപനങ്ങളുമെല്ലാം ദുർവ്യാഖ്യാനിച്ചും സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുമൊക്കെ സമുദായത്തെ ചൂഷണം ചെയ്യാനായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ശരിയായ പ്രമാണങ്ങളെ ശരിയായ റൂട്ടിൽ ഊന്നി നിന്നുകൊണ്ട് ഈ സമൂഹത്തിലേക്ക് കൈമാറാൻ മുജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ, സലഫി പ്രസ്ഥാനത്തിനല്ലാതെ സാധ്യമല്ല എന്ന കാര്യം തീർച്ചയാണ്. റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന ഇസ്ലാമിന്റെ തനതായ തൗഹീദ്, അതെ, ഉഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, അവൻ ഒരാളെയും ഒന്നിനെയും പങ്കുചേർക്കല്ല എന്ന ലോകത്തെമ്പാടും വന്ന പ്രവാചകന്മാർ അഖിലവും സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ പരിശുദ്ധമായ തൗഹീദിന്റെ തനതായ ആദർശം. വഇദ് ഖാല ലുഖ്മാൻ ലിബ്നി വഹുവ യഅ്ലു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം, നിശ്ചയമായും ശിർക്ക് അത് വലിയ അപരാധം തന്നെയാണ്, മഹാപാതകം തന്നെയാണ് എന്ന ഇസ്ലാമിന്റെ തനതായ ആദർശത്തിന്റെ ആ പ്രഖ്യാപനം അമ്പിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്ന, ഔലിയായിനോട് പ്രാർത്ഥിക്കുന്ന, മലായികത്തോട് പ്രാർത്ഥിക്കുന്ന, ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന, ദർഗകളിൽ പോയി കുമ്പിടുന്ന, മനുഷ്യദൈവങ്ങളുടെ മുമ്പിൽ ചെന്ന് ഓച്ചാണിച്ചു നിൽക്കുന്ന ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും പരിഹാരം തേടി അത്തരം കേന്ദ്രങ്ങളിലേക്ക് പ്രാർത്ഥനാ കരങ്ങളുമായി, നേർച്ചകളുമായി, വഴിപാടുകളുമായി കടന്നു ചെല്ലുന്ന മനുഷ്യ സമൂഹത്തോടൊക്കെയും ഉറക്കെ വിളിച്ചു പറയാനുള്ളത്, അതെ, ഇന്നമ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, നിശ്ചയം എന്റെ പ്രാർത്ഥന, എന്റെ ദുആ എന്റെ റബ്ബിനോട് മാത്രമാണ്, അവൻ ഒരാളെയും ഞാൻ പങ്കുചേർക്കില്ല എന്ന വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, നിശ്ചയം പള്ളികൾ അല്ലാഹുവിന്റേതാണ്, അതിനാൽ ആ അല്ലാഹുവിന്റെ കൂടെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കല്ല എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം, അതെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐഡന്റിറ്റി, ആ ഐഡന്റിറ്റി പ്രമാണത്തിൽ ഊന്നി ഈ വിസ്ഡം എന്ന ഈ ഇസ്ലാമിക് മിഷനിലൂടെ ലോകത്തോട് മൊത്തം വിളിച്ചു പറയാൻ ഇൻഷാ അല്ലാഹ് നാം പ്രതിജ്ഞയെടുക്കുകയാണ്. അതോടൊപ്പം ഈ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ തന്നെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ശിർക്കിനെ ന്യായീകരിക്കാൻ ദർഗകളിൽ പോയി, ജാറങ്ങളിൽ പോയി, ബാബയുടെയും ബീവിയുടെയും മുന്നിൽ പോയി വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശൈലിയെ പോലും ന്യായീകരിക്കാനായി വിശുദ്ധ ഖുർആന്റെ വചനങ്ങളെ ദുരുപയോഗം ചെയ്യുമ്പോൾ അവിടെ അതിശക്തമായ പ്രതിരോധം തന്നെ തീർത്തുകൊണ്ട് ഇതല്ല ഇസ്ലാം എന്ന് സമൂഹത്തെ അറിയിക്കേണ്ട ബാധ്യത കൂടി മുജാഹിദ് പ്രസ്ഥാനം ഇതിലൂടെ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഏറ്റെടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബിദ്അത്തുകൾ സമുദായത്തിൽ വ്യാപകമായി വരികയാണ്. ആയത്തിന്റെ അകമ്പടിയോടുകൂടി, ഹദീസിന്റെ അകമ്പടിയോടുകൂടി പലവിധ പേരുകൾ പറഞ്ഞ് ദിക്റിന്റെ മറവിൽ, ദുആയുടെ മറവിൽ, സ്വലാത്തിന്റെ മറവിൽ, ഇബാദത്തിന്റെ മറവിൽ, ആത്മീയതയുടെ മറവിൽ ധാരാളം ചൂഷണങ്ങൾക്ക് വഴിയായിക്കൊണ്ട് ബിദ്അത്തുകൾ കടന്നു വരികയാണ്. മിഅ്റാജ് നോമ്പും ബറാഅത്ത് നോമ്പും തുടങ്ങിയ ഏറ്റവും പുതിയ ഈ ആനുകാലിക സമയത്ത് ഏറ്റവും പ്രസക്തമായി പറയേണ്ടുന്ന
ഇത്തരം വിദഗ്ധകൾ പോലും സമുദായത്തിൽ ഇസ്ലാമിന്റെ പേരിൽ അവതരിപ്പിക്കുമ്പോൾ, അതേപോലെ സമുദായത്തെ ചൂഷണം ചെയ്യാൻ പലപ്പോഴും സൂചിപ്പിക്കപ്പെട്ടതുപോലെ മുടിയും പൊടിയും പോലും ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇതല്ല ഇസ്ലാം എന്ന് പറയാൻ ഖുർആന്റെ വചനം ഓതിക്കൊണ്ട് ഹദീസ് അകമ്പടിയോടുകൂടി ശരിയായ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ മുജാഹിദ് പ്രസ്ഥാനത്തിനല്ലാതെ മറ്റൊരാൾക്കും സാധ്യമല്ല. എന്തൊക്കെ ആരോപണങ്ങൾ ആരൊക്കെ ഏതൊക്കെ ഭാഗത്ത് നിന്ന് എങ്ങനെയെല്ലാം ഇങ്ങോട്ടിട്ടാലും ശരി, അമ്പിയാക്കളെ സ്നേഹിക്കാത്തവരായി, ഔലിയായിനെ സ്നേഹിക്കാത്തവരായി, ദിക്റില്ലാത്തവരായി, ദുആ ഇല്ലാത്തവരായി, അതേപോലെ വിശുദ്ധ ഖുർആനുമായി ബന്ധമില്ലാത്തവരായി, ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളായി പോലുമുള്ള ആരോപണങ്ങളുമായി ആരൊക്കെ വന്നാലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ശരിയായ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ പ്രമാണമടിസ്ഥാനമാക്കി ശരിയായ സലഫിയത്തിലൂടെ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഈ വിസ്ഡമിലൂടെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നാം ഇറങ്ങിത്തിരിക്കുകയാണ്. തീർച്ചയായും ആ തനതായ ആദർശം ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി സമൂഹത്തിൽ പ്രബോധനം ചെയ്യാൻ എന്നൊക്കെ എപ്പോഴൊക്കെ നാം തയ്യാറായോ അവിടെയെല്ലാം റഹ്മാനായ റബ്ബിന്റെ സഹായം ധാരാളമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ലഭിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമേതുമില്ല. കഴിഞ്ഞ 1.5 വർഷക്കാലത്തെ അനുഭവങ്ങൾ പ്രത്യേകിച്ചും ആ രംഗത്ത് നമുക്ക് പാഠമാണ്. നാം നിർവഹിച്ച ധാരാളം പ്രബോധന സംരംഭങ്ങൾ നമുക്കറിയാം. കൃത്യം 1 വർഷം